സമസ്തയും യുവനേതാക്കളും തമ്മിലുള്ള പോരിൽ മുസ്ലിം ലീഗ് കീഴടങ്ങി. സമസ്ത ഉന്നയിച്ച ആവശ്യങ്ങൾ പൂർണ്ണമായി അംഗീകരിച്ച ലീഗ് നേതൃത്വം യൂത്ത് ലീഗ് അഖിലേന്ത്യാ കൺവീനർ പി.കെ. ഫിറോസിനോട് മാപ്പ് പറയാൻ നിർദ്ദേശിച്ചു. എന്നാൽ ഇന്നലെ രാവിലെ നൽകിയ നിർദ്ദേശം പാലിക്കാൻ ഇതുവരെ ഫിറോസ് തയ്യാറായിട്ടില്ല. MSF സംസ്ഥാന അധ്യക്ഷൻ ടി.പി. അഷ്റഫ് അലിക്കെതിരെ വാട്സാപ്പ് പ്രചാരണത്തിന്റെ പേരിൽ പോലീസിൽ പരാതി കൊടുക്കാനും സമസ്ത യുവനേതാക്കൾക്ക് ലീഗ് നേതൃത്വം അനുമതി നൽകി. റിപ്പോർട്ടർ എക്സ്ക്ലൂസീവ്. പെൺകുട്ടികളുടെ വിവാഹപ്രായം, ശരീഅത്ത്, പർദ തുടങ്ങിയ വിഷയങ്ങളിൽ സമസ്തയുടെ നിലപാടിനെ ചോദ്യം ചെയ്ത യുവനേതാക്കൾക്കെതിരെ ലീഗിന് സമസ്ത പരാതി നൽകിയിരുന്നു. തുടർന്നായിരുന്നു ഹൈദരലി ശിഹാബ് തങ്ങളുടെയും P.K. കുഞ്ഞാലിക്കുട്ടിയുടെയും സാന്നിധ്യത്തിൽ ഇരുവിഭാഗവുമായി ചർച്ച നടത്തിയത്. ചർച്ചയിൽ സമസ്തയുടെ ആവശ്യത്തിന് മുന്നിൽ ലീഗ് നേതൃത്വം വഴങ്ങി. ഒഴിവുള്ള സീറ്റിൽ P.K. ഫിറോസിനെ സ്ഥാനാർത്ഥിയാക്കില്ലെന്ന് ഉറപ്പു നൽകിയ ലീഗ് നേതൃത്വം ഫിറോസ് ഖേദം പ്രകടിപ്പിച്ച് പ്രസ്താവന ഇറക്കണമെന്ന സമസ്തയുടെ ആവശ്യവും അംഗീകരിച്ചു. തുടർന്ന് ഫിറോസിനോട് പ്രസ്താവന ഇറക്കാനും ലീഗ് നേതൃത്വം നിർദ്ദേശിച്ചു. എന്നാൽ ഖേദപ്രകടനം നടത്തിയുള്ള പ്രസ്താവന ഇറക്കാൻ ഇതുവരെ ഫിറോസ് തയ്യാറായിട്ടില്ല. MSF സംസ്ഥാന പ്രസിഡന്റ് ടി.പി. അഷ്റഫ് അലി വാട്സപ്പിൽ തങ്ങൾക്കെതിരെ പ്രചാരണം നടത്തിയതായും സമസ്ത പരാതിപ്പെട്ടിരുന്നു. എന്നാൽ അഷ്റഫ് അലി ഇത് തള്ളി. ഈ വിഷയത്തിൽ മലപ്പുറം SP പരാതി നൽകാനും സമസ്ത യുവ നേതൃത്വത്തിന് ചർച്ചയിൽ അനുമതി നൽകി. തുടർന്ന് സമസ്തയിലെ 5 യുവനേതാക്കൾ ചേർന്ന് SP പരാതിയും നൽകി. അതേസമയം ഫിറോസ് പ്രസ്താവന ഇറക്കുന്നതിൽ നിന്നും പിന്മാറിയാൽ ശക്തമായ പ്രതികരണമുണ്ടാകുമെന്നാണ് സമസ്തയുടെ മുന്നറിയിപ്പ്. തിരഞ്ഞെടുപ്പ് കാലത്ത് ഏറ്റുമുട്ടുന്നത് ഗുണകരമാവില്ലെന്ന വിലയിരുത്തലും സമസ്തയുടെ ആവശ്യങ്ങൾക്ക് മുന്നിൽ വഴങ്ങാൻ ലീഗിനെ പ്രേരിപ്പിച്ചു. KR സാജു, റിപ്പോർട്ടർ, കോഴിക്കോട്.